മലപ്പുറത്തെക്കുറിച്ച് വീണ്ടും വിവാദ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം വിഭാഗത്തിന്റെ മത താൽപര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ മറ്റ് മതവിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ജീവിക്കാനാകൂ എന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം. മതപരമായ ചടങ്ങുകൾ നടക്കുമ്പോൾ ഒരു ചായക്കട പോലും തുറക്കാൻ അനുവദിക്കില്ലെന്ന് വെള്ളാപ്പള്ളി. പലരും ഭയന്നിട്ടാണ് ഇക്കാര്യങ്ങൾ പറയാത്തതെന്നും ഇതൊന്നും പറയാൻ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും തന്റേടമില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. മലപ്പുറം പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായും വെള്ളാപ്പള്ളി നടേശൻ ന്യൂസ് 18നോട് പറഞ്ഞു. മുസ്ലിങ്ങളുടെ ഒരു ആഘോഷങ്ങളോ അല്ലെങ്കിൽ അവരുടെ മതാചാരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഒരു കട പോലും അവിടെ തുടങ്ങാൻ സാധിക്കുമോ? ജനാധിപത്യം എവിടെ ഇരിക്കുന്നത്? അവിടെ മതാധിപത്യമാണ്. അവരുടെ മതത്തെയും മതാചാരങ്ങൾക്കും അനിഷ്ഠിതമായി മാത്രമേ മറ്റുള്ള മതക്കാർക്കൂടെ ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കൂ. ഇതൊരു പകല് പോലെ സത്യമല്ലേ? നിങ്ങൾ പറയാൻ ഇവിടെ ഒരു രാഷ്ട്രീയക്കാർക്ക് തൻ്റെ ഇടമില്ലല്ലോ, ധൈര്യമില്ലല്ലോ. ഈ ബാക്കിയുള്ള കുറ്റം എന്തിനാ പറയണത്? എല്ലാവരുടെ മനസ്സിലുണ്ടത്, എല്ലാവരുടെ മനസ്സിലും അറിയാം. പക്ഷെ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പറയുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് അവർ സ്വയം പരിശോധിക്കട്ടെ. അവരുടെ ആചാരങ്ങൾ വരുമ്പോൾ ഒരാൾ ചായക്കട തോന്നിരിക്കാൻ ബന്ധുക്കളെ സമ്മതിക്കുമോ? എന്ത് നാട്ടിലും വഴക്കുണ്ടാക്കുക എല്ലാം അടപ്പിക്കല്ലേ. മുസ്ലിം ലീഗിനെതിരെ വീണ്ടും കടുത്ത പരാമർശവുമായി വെള്ളാപ്പള്ളി. മുസ്ലിം ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങിയതായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കോൺഗ്രസിൽ ഒരാളെ ചേർക്കണമെങ്കിൽ മലപ്പുറത്ത് ചോദിക്കണം. ലീഗിന് ധാർഷ്ട്യവും അഹങ്കാരവുമാണെന്നും UDF വന്നാൽ കെട്ടിത്തൂങ്ങിച്ചാകേണ്ടി വരുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇപ്പോഴേ വിഴുങ്ങിയിരിക്കുകയല്ലേ. കോൺഗ്രസിനകത്ത് ഒരാളെ ചേർക്കണമെങ്കിൽ മലപ്പുറത്ത് നിന്ന് ചോദിച്ചിട്ടല്ലേ ഇപ്പോഴും ചേർക്കുന്നത്. ഇത്തരം ഗതികെട്ടൊരു അവസ്ഥ കോൺഗ്രസിന് ഇന്ന് കേരളത്തിലുള്ളത് പോലെ വേറെ ആർക്കുണ്ട്? ഏത് കാര്യം പറയണമെങ്കിലും മിണ്ടണമെങ്കിലും ലീഗിനോട് ചോദിക്കണ്ടേ? കോൺഗ്രസിനകത്ത് ഒരാളെ ചേർക്കണമെങ്കിൽ ലീഗിൻ്റെ അനുവാദം വേണ്ടേ? ലീഗിൻ്റെ ദാർഢ്യം തന്നെ നോക്കുക. ഒരു വർത്തമാനത്തിൻ്റെ ദാർഢ്യം. ഒരു കേരളം 2 ടേം ഭരിച്ചു, 3ാമത്തെ ടേം ഭരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ പറ്റി പറയണത് എന്താണ്? ആണും പെണ്ണും കെട്ടണമെന്ന്. ഇങ്ങനെയൊക്കെയാണ് പറയണത്. ആരാണ് അവർ? പ്രധാനപ്പെട്ട ആളുകൾ. അവന് വേറുള്ള പ്രധാനപ്പെട്ട വലിയ ദിവ്യന്മാരായ ഈ ലീഗിലെ നേതാക്കന്മാർ ഭരണം ഇല്ലാഞ്ഞിട്ട് പോലും ഇവിടെ പറയുന്നതും ദുബായ് ചെന്ന് പറയുന്നത് എന്താണ്? 9.5 കൊല്ലം ഞങ്ങൾ പുറത്തു നിന്നു, ഇനി വരന്ന് കയറണം, മാത്രമല്ല 9.5 കൊല്ലം കൊണ്ട് പോയി മുഴുവൻ ഞങ്ങൾ പിടിച്ചിട്ട് എടുക്കും എന്ന് പറയുമ്പോൾ അവരുടെ ദാർഢ്യത്തിൻ്റെ സ്വരം. ഇപ്പോൾ ഭരണമില്ലാത്തപ്പോൾ ഇതാണ് പറയണമെങ്കിൽ ഭരണത്തിൽ വന്നാൽ നമ്മളൊക്കെ എവിടെ പോയിട്ട് വരും? കെട്ടിത്തൂങ്ങി ചാകേണ്ടി വരും ഇവിടേക്ക് ഭരണം വന്നാൽ. മുസ്ലിം ലീഗിൻ്റെ അഹങ്കാരവും ദാർഢ്യവും എന്തുമാത്രം കടന്നുപോയി ഇവിടേക്ക് ഭരണം വന്നാൽ. മുസ്ലിം ലീഗിൻ്റെ അഹങ്കാരവും ദാർഢ്യവും എന്തുമാത്രം കടന്നുപോയി. PM ശ്രീയിൽ CPM CPIയോട് ചെയ്തത് ശരിയല്ലെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി. തർക്കങ്ങൾ LDFനെ ക്ഷീണിപ്പിക്കുകയായിരുന്നു. സൂക്ഷ്മത പാലിച്ചിരുന്നുവെങ്കിൽ MV ഗോവിന്ദന് ഏത്തമിടേണ്ടി വരില്ലായിരുന്നു. കിട്ടിയ അവസരം CPI മുതലാക്കുകയും ചെയ്തു. കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമാകണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു. അതേസമയം ആദർശത്തെ മുറുകി പിടിച്ചാൽ ആദർശം മാത്രമേ ജയിക്കൂവെന്നും രാജ്യം തോൽക്കുമെന്നും പറഞ്ഞ വെള്ളാപ്പള്ളി ചില അടവ് നയങ്ങൾ വേണ്ടിവരുമെന്നും ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. പരസ്യമായ ഒരു പ്രസ്താവന ഇല്ലാതെ അവരുടെ അകത്ത് തന്നെ ചർച്ച ചെയ്ത് തീർക്കേണ്ടതായിരുന്നു. പക്ഷെ ചെയ്തത് ശരിയായില്ല. കാരണം ഒരു ഒന്നിച്ച് നിൽക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ ഇതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഒരു വിദ്യാഭ്യാസ നയത്തുമായി ബന്ധപ്പെട്ടൊരു എഗ്രിമെൻ്റ് വെക്കാൻ തീരുമാനിക്കുമ്പോൾ ഘടകകക്ഷികളുമായിട്ട് CPI മാത്രമല്ല ഘടകകക്ഷികളുമായിട്ട് എല്ലാവരുമായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു. ആ ചെയ്ത് തെറ്റായിപ്പോയി, അങ്ങനെ വേണ്ടതായിരുന്നു. ആ തെറ്റ് സ്വയം ഏറ്റെടുത്ത് ഗോവിന്ദൻ മാസ്റ്റർ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഏത്തേണ്ട കാര്യം ഇപ്പോൾ ഇല്ലായിരുന്നു. കുറച്ചുകൂടെ സൂക്ഷ്മത അതിനകത്ത് പാലിച്ചിരുന്നുവെങ്കിൽ എതിരാളികൾക്ക് ഇങ്ങനെ ഒരു വടി കൊടുത്ത് അടിമേടിക്കാനുള്ള അവസരം ഇല്ലാതാക്കാമായിരുന്നു. അവർക്ക് കിട്ടിയ അവസരം മുതലെടുത്തു എന്നുള്ളതാണ്. നിലപാട് ശരിയായതുകൊണ്ടല്ല. നിലപാട് അല്ല, ശരിയാണോ തെറ്റോ എന്ന് നമുക്ക് ഇപ്പോൾ പഠിക്കാൻ കമ്മിറ്റിയെ വെച്ചിരിക്കുകയല്ലേ. കമ്മിറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് പറയാം. പക്ഷേ ഇച്ചിരി കടന്നുപോയി. ശത്രുക്കൾക്ക് ഇടതുപക്ഷത്തിൻ്റെ ഐക്യത്തിന് കോട്ടം തട്ടാവുന്ന രീതിയിലും അതിന് ക്ഷീണം വരാവുന്ന രീതിയിലും മറ്റ് ശത്രുക്കൾക്ക് മുതലെടുക്കാവുന്ന രീതിയിൽ അതിനെ ഒരുപാട് വ്യാഖ്യാനിച്ച് കൊണ്ടുക്കാനുള്ള അവസരങ്ങൾ കൊടുത്തു. ഒരു പരസ്യ പ്രസ്താവന എടുത്തത് അവരുടെ വേദികളിൽ അവരുടെ കൂട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. പാർട്ടി സെക്രട്ടറി ആണെങ്കിലും മന്ത്രിയാണെങ്കിലും അവരെല്ലാം തന്നെ വളരെ ഇതിൻ്റെ പ്രതിഷേധം പരസ്യമായിട്ടല്ല പറയേണ്ടത്,
അവരുടെ വീതുണ്ട്. LDF-ൻ്റെ യോഗത്തിൽ പറയാം, അതുകൊണ്ട് അവരുടെ മന്ത്രിസഭാ യോഗം കൊണ്ടുപോയി പറയാം. പരസ്യമായി ഒരുപാട് വിവാദങ്ങൾ ശക്തമായി പറഞ്ഞപ്പോൾ അത് ക്ഷീണം വരുന്നത് മൊത്തം LDF ഭരണത്തെയാണ്. കോടാനുകോടി രൂപ ഇവിടെ കിട്ടി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമായി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നയരൂപീകരണം വേണമെന്ന് പറയുമ്പോൾ ചില അടവ് നയമൊക്കെ ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും രാജ്യത്തിൻ്റെ പുരോഗതിക്ക്. അതിൻ്റെ ആദർശത്തെ മാത്രം മുറുകെ പിടിച്ചു നിന്നാൽ നമ്മൾ ആദർശം ജയിക്കുമായിരിക്കും, രാജ്യം തോക്കും. അത് തോക്കാതിരിക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധി പ്രയോഗിച്ചതായിരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളും ഒരുപാട് പേരെ ഇപ്പോൾ കാട്ടിക്കയറ്റി നിർത്തിയിരിക്കുകയാണ്. ആ കാട്ടിക്കയറ്റി നിർത്തിക്കൊണ്ടുള്ള ഈ ചർച്ച വേണ്ട, നാട്ടിക്കയറ്റി നിർത്തിക്കൊണ്ട് അതിൻ്റെ സുതാര്യമായ ചർച്ച ഇതെന്താണ് ഏതാണ് എന്ന് ജനങ്ങൾക്ക് ഇപ്പോഴും വേണ്ടത്ര അറിയില്ല. ഇങ്ങനെ ചില ഇംഗ്ലീഷിൻ്റെ 1-2 വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസം അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ പറയുമ്പോൾ എന്താണ് ഏതാണ് എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തത ജനങ്ങളിൽ വരുത്തിക്കൊണ്ടുള്ള ചർച്ചയും സംവാദവും നടത്തിക്കൊണ്ട് അത് സുതാര്യമായ രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കട്ടെ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയൻ ഇല്ലെങ്കിൽ LDF 6 നിലയിൽ പൊട്ടുമെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. പിണറായിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല, 1ാം പിണറായി സർക്കാരാണ് മികച്ചത്. മന്ത്രിമാർക്ക് ഭരണ പരിചയം ഇല്ലാത്തതും സാമ്പത്തിക പ്രതിസന്ധിയും 2ാം പിണറായി സർക്കാരിന്റെ മുന്നോട്ട് പോക്കിനെ ബാധിച്ചതായും വെള്ളാപ്പള്ളി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായുണ്ടാണ്, വേറെ ആരും മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിലൂടെ ഭൂരിപക്ഷം 3ാമതും കിട്ടി. പിണറായി അല്ലാതെ വേറെ ആരെങ്കിലും ജയിച്ചു കഴിഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് ഇവർ കൊണ്ടുവരാൻ പോയാൽ 6 നില പൊട്ടിത്തെറിക്കും ഇടതുപക്ഷം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിണറായി വിജയൻ തന്നെ ഉണ്ടാവണം, അല്ലെങ്കിൽ പരാജയം ഉണ്ടാവും. ഉറപ്പല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ കേരളത്തിൽ വന്നപ്പോൾ, പാർട്ടി നേതൃത്വത്തിൽ വന്നപ്പോൾ മുമ്പുണ്ടായിരുന്ന സ്ഥിതി എന്താണ്? ഇവിടെ പാർട്ടി പരസ്പരം പോരടിച്ച് ഇങ്ങനെ തമ്മിൽ തല്ലുന്ന അവസരത്തിൽ ഇതെല്ലാം തന്നെ ഒത്തുകൂട്ടി ഇവിടെ സംഘടനാപരമായി ഒന്നിച്ചു നിർത്തിക്കൊണ്ട് നേതൃപാഠവും കാണിച്ച ഒരു മഹൽ വ്യക്തിയാണ്. ആ മഹൽ വ്യക്തിയുടെ പ്രാഗൽഭ്യം കൊണ്ടാണ് ഇന്നും ഈ പാർട്ടി പിളരാതെ തളരാതെ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ പിണറായി എന്ന ഒരു വ്യക്തികളുടെ നയപരമായ തീരുമാനങ്ങളും അടിസ്ഥാനത്തിലാണ്. 2ാമത്തേതിനേക്കാൾ മെച്ചമായിരുന്നു 1ാമത്തേത് എന്ന് പറയാതിരിക്കാനാവില്ല. പിന്നെ 1ാമത്തെ ഭരണകാലത്തിരുന്ന മന്ത്രിമാരെല്ലാം തന്നെ വളരെ പ്രഗത്ഭന്മാരായിരുന്നു. അവരെല്ലാം നല്ല രീതിയിൽ പ്രഗത്ഭന്മാരും പരിചയസമ്പന്നമായിരുന്നു. മലപ്പുറത്തിനെതിരെ വീണ്ടും സമാന പരാമർശം ആവർത്തിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. മുൻപും പലതവണ അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെയുള്ള പരാമർശമാണ് ഇത്തവണയും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. നേരത്തെ വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശം, അതിനെതിരെ ശക്തമായ നിലപാടിലേക്ക് CPM വന്നിരുന്നില്ല. വെള്ളാപ്പള്ളിയുടെ പേര് പറയാതെ പോലുമായിരുന്നു